ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇന്നലെ നമ്മുടെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ നീറ്റ് എക്സാം എഴുതിയ കുട്ടികളിൽ കേരളയുടെ വെബ്സൈറ്റിൽ നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത കുട്ടികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ കേരളയുടെ വെബ്സൈറ്റിൽ cee.kerala.government.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, അതൊരു PDF ഫോർമാറ്റിലാണ് തന്നിട്ടുള്ളത്. അതിൽ പ്രൊവിഷണൽ ലിസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശ സാധ്യതയുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് 29-30 30 കൂടി ഒന്നും കൂടി റിലീസ് ചെയ്യുന്നതായിരിക്കും. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റിലും വരാൻ സാധ്യതയുള്ളത്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ കേരള റാങ്കും കാറ്റഗറി റാങ്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ചിലർക്കുള്ള ഡൗട്ടാണ് ഈ ഒരു കാറ്റഗറി റാങ്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത്. കാറ്റഗറി റാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ എത്രാമതാണെന്നുള്ളതാണ്. ഇപ്പോൾ SC കാറ്റഗറി ആണെങ്കിൽ നമ്മൾ SC കാറ്റഗറിയിലെ സ്റ്റുഡൻസിൽ നമ്മൾ എത്രാമത്തെ പൊസിഷനിലാണെന്നുള്ളതാണ് ഈ ഒരു കാറ്റഗറി റാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലോട്ട്മെൻറ്റുകളെല്ലാം നടക്കുന്നത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ ഓരോ കാറ്റഗറിക്കും ഫിക്സഡ് നമ്പർ ഓഫ് സീറ്റ്സ് റിസർവ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കാറ്റഗറിയിലെ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചിട്ടായിരിക്കും അത് ഫില്ല് ചെയ്ത് പോകുന്നത്. അപ്പോൾ കാറ്റഗറി റാങ്ക് കൂടി വരുമ്പോൾ നമ്മുടെ സാധ്യതകൾ ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. നിലവിലിപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 21 സ്റ്റാർട്ട് ചെയ്തു. 28 വരെ ആയിരുന്നു നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ MCCയുടെ വെബ്സൈറ്റിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു ചോയ്സ് ഫില്ലിങ്ങിൻ്റെ ടൈം നീട്ടിയിട്ടുണ്ട്. ഷെഡ്യൂൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. 31 റിസൾട്ട് വരുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇനി എന്തായാലും ഒരു ഓഗസ്റ്റ് 3rd 4th ഈവനിങ് ഒക്കെ ആകുമ്പോഴായിരിക്കും നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട ഫസ്റ്റ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, 29 30 കൂടി നമ്മുടെ കേരളത്തിലെ ഫൈനൽ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് നമ്മുടെ റാങ്ക് ഉൾപ്പെടുന്ന ആ ഒരു ഷീറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ട വഴി അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ നീറ്റിൻ്റെ സ്കോർ കാർഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ കേരള അലോട്ട്മെൻറ്റ് വഴി ഇപ്പോൾ MBBSനായിക്കോട്ടെ, BDSനായിക്കോട്ടെ, അഗ്രികൾച്ചറിനായിക്കോട്ടെ, വെറ്റിനറിക്ക് ആയിക്കോട്ടെ, ഏതൊരു കോഴ്സിനും ഏതൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴും നമ്മൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഈ ഒരു കേരള ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ 12ഓളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലായി ടോട്ടൽ 1750ഓളം ഗവൺമെൻറ് MBBS സീറ്റുകളാണുള്ളത്. ഈ ടോട്ടൽ സീറ്റിൻ്റെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ആ സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് വഴിയായിരിക്കും ഫില്ല് ചെയ്യുന്നത്. ബാക്കി വരുന്ന 85% സീറ്റുകളാണ് കേരള അലോട്ട്മെൻറ്റിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കൊടുക്കുന്നത്. സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഏകദേശം 10,000 വരെ വന്ന കുട്ടികൾക്ക് MBBSന് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിം മൈനോറിറ്റി കോളേജുകളിലാണെങ്കിൽ 11,500 വരെയും, ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജിലാണെങ്കിൽ 12,500 വരെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ EWS കാറ്റഗറിക്ക് 14,000 വരെ ഒരു സെൽഫ് MBBS കിട്ടാൻ സാധ്യതയുണ്ട്. SC കാറ്റഗറി ആണെങ്കിൽ 16,000 വരെയും, ST കാറ്റഗറിക്ക് 25,000 വരെയൊക്കെ സെൽഫ് ഫിനാൻസിങ് MBBS അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ BDS നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൽ ടോട്ടൽ 4,500ഓളം സീറ്റുകളാണ് നമുക്കുള്ളത്. സെൽഫ് ഫിനാൻസിങ് ഡെന്റൽ കോളേജുകളിൽ ജനറൽ കാറ്റഗറിക്ക് ഏകദേശം 30,000 വരെ കേരള മെഡിക്കൽ റാങ്ക് വന്ന കുട്ടിക്കും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അഗ്രികൾച്ചർ ആണെങ്കിൽ 10,000 മുതൽ 11,000 വരെയും, വെറ്റിനറി ആണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് 7,700 വരെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ആയുർവേദ 12,000 മുതൽ 13,000 വരെയും, ഹോമിയോ 17,000 റാങ്ക് വരെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഫിഷറീസ്, ഫോറസ്ട്രി, അതൊക്കെ ഏകദേശം 17,000 വരെയൊക്കെ റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പല കാറ്റഗറിയിലുള്ള കുട്ടികൾ കാണും. നിങ്ങളുടെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിനനുസരിച്ചിട്ടുള്ള സാധ്യതകൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ കാറ്റഗറിയൊക്കെ കമൻറ്റ് ചെയ്താൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ കേരള അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളൊന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഏകദേശം ഓഗസ്റ്റ് 1 കൂടി നമ്മുടെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 ദിവസത്തോളം നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ടൈം നൽകുന്നതായിരിക്കും. ഈ ഒരു ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റും സ്റ്റേറ്റ് അലോട്ട്മെൻറ്റും തമ്മിൽ കാര്യമായിട്ടുള്ള പല വ്യത്യാസങ്ങളുണ്ട്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയിൽ ഈ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. കേരള അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് പോലെ അല്ല. ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റിൽ എങ്ങനെയാണ്, നമ്മൾ ഓരോ റൗണ്ടിലും പുതുതായിട്ടായിരിക്കും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ കേരള അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരേ ഒരു അവസരം മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം കൊടുക്കുന്ന ആ ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവസാനം വരെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടക്കുന്നത്. ഓൾ ഇന്ത്യ കോട്ട ഫസ്റ്റ് റൗണ്ട് റിസൾട്ട് വന്നാലുടൻ കേരള ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. കേരളത്തിലെ ഫസ്റ്റ് റൗണ്ടിൽ MBBS BDS കോഴ്സുകൾക്ക് ഗവൺമെൻറ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കാണ് നമുക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ, സെൽഫ്
നാൻസി മെഡിക്കൽ കോളേജുകളൊക്കെ ആണെങ്കിൽ ആ ഒരു കോളേജിൻ്റെ നേരെ എത്രയാണ് ആ കോളേജിലെ ഫീ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. SC ST OEC കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ഒരു കോളേജിൻ്റെ നേരെ ഫീ 0 എന്നായിരിക്കും കാണിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ആ കോളേജിൽ എത്രയാണോ ഫീ അതായിരിക്കും ആ കോളേജിൻ്റെ നേരെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷനൊക്കെ കൊടുക്കുമ്പോൾ ഓരോ കോളേജിൻ്റെയും ഫീ സ്ട്രക്ചറൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഓരോ കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഓപ്ഷനൊക്കെ കൊടുത്തതിന് ശേഷം ഒരു 1-2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൻ്റെ റിസൾട്ട് കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യും. കേരള അലോട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റിലാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിയിട്ട് നമുക്ക് അവിടെ പോകാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാതിരിക്കാം, പ്രശ്നമൊന്നുമില്ല. പ്രീ എക്സിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കേരള അലോട്ട്മെൻറ്റ് വഴി നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട് ആയിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ MBBS ആയിക്കോട്ടെ BDS ആയിക്കോട്ടെ, ഗവൺമെൻറ്റിലോ സെൽഫ് ഫിനാൻസിങ്ങിലോ നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും അവിടെ ഇപ്പോൾ അഡ്മിഷൻ എടുക്കണം. എങ്കിൽ മാത്രമേ ബാക്കിയുള്ള റൗണ്ടുകളിൽ നമ്മൾ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്ന് കരുതി അഡ്മിഷൻ എടുക്കാതിരുന്നാൽ പിന്നീടുള്ള ഒരു റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കത്തില്ല. അതുകൊണ്ട് കേരള അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും അവിടെ പോയി എന്ത് ചെയ്യുക, ഡോക്യുമെൻ്റൊക്കെ കൊടുത്ത് അഡ്മിഷൻ എടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഒരു കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഫീ വരുന്നത് 5000 രൂപയാണ്. ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന രജിസ്ട്രേഷൻ ഫീ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ച് റീഫണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കേരള അലോട്ട്മെൻറ്റിൽ കൊടുക്കുന്ന ഈ ഒരു രജിസ്ട്രേഷൻ ഫീ നമ്മുടെ ഫീസിനെത്തി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ 5000 രൂപ രജിസ്ട്രേഷൻ ഫീ ഒക്കെ അടച്ച് കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് റിസൾട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു കോളേജ് അലോട്ട് ആയെന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ കോഴ്സ് ഫീ ആയിട്ടുള്ള 24000 രൂപയിൽ നിന്ന് നമ്മൾ കൊടുത്ത 5000 രൂപ കുറച്ച് 19000 രൂപ നമ്മൾ കേരള എൻട്രൻസ് കമ്മീഷൻ അയച്ചു കൊടുത്തിട്ട് വേണം നമ്മളവിടെ അഡ്മിഷൻ എടുക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു സീറ്റ് കൺഫേം ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു സീറ്റ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ഏകദേശം 7-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നമുക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ബാക്കി പൈസയൊക്കെ കൊണ്ട് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയിൽ സെക്കൻഡ് റൗണ്ട് ആയിരിക്കും വരുന്നത്. ഓൾ ഇന്ത്യ കോട്ടയിൽ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിട്ടായിരിക്കും കേരളത്തിലെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ സെക്കൻഡ് റൗണ്ടിലാണ് അഗ്രികൾച്ചർ, ആയുർവേദ, വെറ്റിനറി, ഹോമിയോ, അതുപോലെ തന്നെ BPharm കോഴ്സുകളിലേക്ക് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കുള്ള അലോട്ട്മെൻറ്റുകൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ടൈം ആകുമ്പോൾ ഈ ഒരു കോഴ്സുകൾ പ്രയോറിറ്റി ഓർഡറിൽ നമുക്ക് താല്പര്യമുള്ള കോളേജുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സെക്കൻഡ് റൗണ്ടിലും ഏതെങ്കിലും ഒരു കോഴ്സിന് നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ മസ്റ്റായിട്ടും അവിടെ പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് റൗണ്ടിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സൈറ്റിലെ ഓപ്ഷൻ കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൺഫേം ചെയ്താൽ മാത്രമേ സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹയർ ഓപ്ഷൻസ് ഒക്കെ അവർ പരിഗണിക്കുകയുള്ളൂ. പിന്നെ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും അലോട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് നമ്മൾ ഡോക്യുമെൻറ്റ്സും പൈസയൊക്കെ തിരിച്ച് വാങ്ങിച്ചിട്ട് പുതുതായിട്ട് കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അലോട്ട്മെൻറ്റുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മാർക്കിനും റാങ്കിനും അനുസരിച്ചിട്ടുള്ള സാധ്യതകൾ മനസ്സിലാക്കുക. അതിനുശേഷം ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കോളേജിലെയും ഫീ സ്ട്രക്ചറൊക്കെ നോക്കിയിട്ട് ഓപ്ഷൻസ് പ്രയോറിറ്റി ലിസ്റ്റൊക്കെ ഇപ്പോഴേ തയ്യാറാക്കി വെക്കുക. നിലവിലെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ബോർഡർ ലൈനിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ട കൊടുക്കണോ, കേരള കൊടുക്കണോ, അല്ലെങ്കിൽ MBBS ഓർ BDS, അഗ്രികൾച്ചർ ഓർ ആയുർവേദ, അങ്ങനെ ബോർഡർ ലൈനിൽ ഏത് കിട്ടുമെന്ന് അറിയാതെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. കേരളത്തിലെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മുടെ കാറ്റഗറി റാങ്ക് മനസ്സിലാവുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ റെഗുലറായിട്ട് ഈ ഒരു വെബ്സൈറ്റുകൾ, ഓൾ ഇന്ത്യ കോട്ടയിലാണെങ്കിൽ mcc.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റും, നമ്മുടെ കേരളത്തിലാണെങ്കിൽ cee.kerala.government.in എന്ന് പറയുന്ന വെബ്സൈറ്റും ഇടയ്ക്കിടയ്ക്ക് റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ അപ്ഡേഷനുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഈ ഒരു കേരള മെഡിക്കൽ റാങ്കിനനുസരിച്ചിട്ടുള്ള സാധ്യതകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് റിലേറ്റഡ് കൂടുതൽ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നീറ്റ് റിലേറ്റഡ് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.